ഈ വർഷം അവസാനത്തോടു കൂടി 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ബീഹാർ ഭരിക്കുക? JDU BJP സഖ്യമായ NDA സഖ്യമോ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യമോ? ഏറ്റവും പുതിയ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ. ബീഹാറിലെ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യത്തെ ജില്ല പട്നയാണ്. പട്ന ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ JDU BJP സഖ്യമായ NDA സഖ്യവും 7 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടും. അടുത്ത ജില്ല സഹർസയാണ്. സഹർസ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ JDU BJP സഖ്യമായ NDA സഖ്യവും 5 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ബാങ്കയാണ്. ബാങ്ക ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല കിഷൻഗഞ്ചാണ്. കിഷൻഗഞ്ച് ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. NDA സഖ്യത്തിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഗഗാരിയയാണ്. ഗഗാരിയ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല അരാരിയയാണ്. അരാരിയ ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. അടുത്ത ജില്ല അർവാളാണ്. അർവാളിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും ഇന്ത്യ സഖ്യമാണ് നേടുക. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരൻ ആണ്. ഈസ്റ്റ് ചമ്പാരനിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ NDA സഖ്യവും 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരൻ ആണ്. വെസ്റ്റ് ചമ്പാരനിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളുമാണ് നേടുക. അടുത്ത ജില്ല ഗയയാണ്. ഗയ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. അടുത്ത ജില്ല ലഖിസറായി ആണ്. ലഖിസറായിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല കൈമൂർ ആണ്. കൈമൂറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല സുപ്പോൾ ആണ്. സുപ്പോളിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ദർഭംഗയാണ്. ദർഭംഗയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല വൈശാലിയാണ്. വൈശാലി ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല മുസാഫർപൂർ ആണ്. മുസാഫർപൂരിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ NDA സഖ്യവും 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല മധേപുരയാണ്. മധേപുരയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടും. അടുത്ത ജില്ല ഔറംഗാബാദ് ആണ്. ഔറംഗാബാദ് ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗോപാൽഗഞ്ച് ആണ്. ഗോപാൽഗഞ്ച് ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ബക്സർ ആണ്. ബക്സറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല മധുബനിയാണ്. മധുബനിയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ NDA സഖ്യവും
4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല സീതാമർഹിയാണ്. സീതാമർഹിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല ശരണാണ്. ശരണിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല നവാഡയാണ്. നവാഡയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല നളന്ദയാണ്. നളന്ദ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ബഗുസരായിയാണ്. ബഗുസരായിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ഭഗൽപൂരാണ്. ഭഗൽപൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല റോഹ്താസ് ആണ്. റോഹ്താസിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടും. അടുത്ത ജില്ല പൂർണിയയാണ്. പൂർണിയ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല സമസ്തിപൂരാണ്. സമസ്തിപൂർ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ശിവറാണ്. ശിവറിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് ഇന്ത്യ സഖ്യമാണ് നേടുക. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഷെയ്ഖ്പുരയാണ്. ഷെയ്ഖ്പുരയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ശിവാനാണ്. ശിവാനിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 7 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ജഹനാബാദ് ആണ്. ജഹനാബാദിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടും. അടുത്ത ജില്ല ഭോജ്പൂരാണ്. ഭോജ്പൂർ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ജാമുയിയാണ്. ജാമുയി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും. ബീഹാർ നിയമസഭയിലെ ആകെയുള്ള 243 സീറ്റുകളിൽ 98 സീറ്റുകൾ വരെ JDU BJP സഖ്യമായ NDA സഖ്യവും 133 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും 12 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടും.